പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. ഇലഞ്ഞി ആശാവർക്കർമാരോടുള്ള LDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഇലഞ്ഞിയിൽ പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. പന്തംകൊളുത്തി പ്രകടനത്തിലും പ്രതിഷേധ യോഗത്തിലും ഇലഞ്ഞിയിലെ ആശാപ്രവർത്തകരും പങ്കെടുത്തു. മണ്ഡലം പ്രസിഡന്റ് സിജുമോൻ പുല്ലംപറയലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG ഷിബു യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറിമാരായ TG കുട്ടപ്പൻ, വിജി കുര്യക്കാട്ടുപാറ, PM ചാക്കപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ജോയ്, ജിനി ജിജോയ്, സുജിത സദൻ, ബിനോജ് കുര്യാക്കോസ്, നെൽസൺ പോൾ, ഗീത നിരവത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആശാപ്രവർത്തകർ ഇന്ന് അവരെ സർക്കാർ തെരുവിലിറക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനം തുച്ഛമായ വരുമാനമായ 7000 രൂപയായി. ഈ 7000 രൂപ കൊണ്ട് മാത്രമല്ല അവരുടെ ബാക്കിയുള്ള ഇൻസെന്റീവുകളോ അവർ പിരിഞ്ഞു പോകുമ്പോഴോ 1 രൂപ പോലും അവർ 65 വയസ്സ് വരെ അല്ലെങ്കിൽ 50 വയസ്സ് വരെ സർവീസ് ചെയ്യുന്ന ആശാവർക്കാർ പിരിഞ്ഞു പോകുമ്പോൾ അവർ വെറും കൈയോടെയാണ് പോകുന്നത്. അവർക്ക് 1 രൂപ പോലും സർക്കാർ നൽകുന്നില്ല. നമ്മൾ 25 കൊല്ലം സർവീസിൽ അല്ലെങ്കിൽ 10 കൊല്ലം സർവീസിൽ ഇരുന്നിട്ട് പിരിഞ്ഞു പോകുമ്പോൾ അതിന്റെ ഒരു വേതനം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക സർക്കാർ സംസ്ഥാനത്ത് ഒരു വലിയ സമര കൊടുങ്കാറ്റാണ് ഇന്ന് ആശാവർക്കർമാരുടെ സമരം സൃഷ്ടിച്ചിട്ടുള്ളത്. ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പോലും ഈ സമരം ഇന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ്. കാരണം അത്രയേറെ ഒരു ജീവിത പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനുള്ള അവർക്ക് മാന്യമായ ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയ ഒരു സമര പരിപാടിയാണ് ഇത്രയേറെ വികാരത്തിൽ മുഖാലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇതൊരു സ്വതന്ത്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആണ് ആരംഭിച്ചു വന്നത്. അതിന് പ്രത്യേക രാഷ്ട്രീയ മാനങ്ങളൊന്നുമില്ലാതെ കേരളത്തിലെ എല്ലാ CPM ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും രഹസ്യവും പരസ്യവുമായ അവരുടെ പിന്തുണ, അഭിവാദ്യങ്ങൾ അവർക്ക് ഈ സമരത്തിൽ ലഭിക്കുകയുണ്ടായി.